വേദിയിലിരിക്കുന്ന വ്യക്തികൾക്കും നല്ല രീതിയിൽ ആത്മാർത്ഥമായ സ്വാഗതം നൽകുന്നു. അതുപോലെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. വളരെ മനോഹരമായ ഒരു പ്രദേശമാണ് നമ്മുടെ ഇവിടെ. പ്രത്യേകിച്ച് നമ്മളൊക്കെ ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുമ്പം അവിടെയൊക്കെ ഈ തെരുവ് പട്ടികൾ ഒരുപാട് അലഞ്ഞു നടക്കും. പക്ഷേ സത്യം പറഞ്ഞാൽ ഈ നാട്ടിൽ ഇപ്പം ഞങ്ങൾ രാവിലെ മുതൽ ഇവിടെ കറങ്ങി നടക്കുന്നുണ്ട്, പക്ഷേ ഒരു പട്ടിയെപ്പോലും ഇവിടെ കാണാൻ സാധിച്ചില്ല. കാരണം അതിനൊരു കാരണമുണ്ട്. ചെറുതായിട്ടൊരു കഥയിലൂടെ ഞാനത് പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മളിപ്പം സാധാരണ പറയൽ പട്ടികൾ, ഈ തെരുവ് പട്ടികൾ എങ്ങനെയുണ്ടായി, എന്താണ് അവരുടെ ലക്ഷ്യങ്ങളെന്നൊക്കെ. അപ്പം ഈ പുനർജന്മം ഒക്കെ പണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടാവാം. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണത്, അത് സങ്കല്പം. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു പട്ടി, ആ പട്ടിക്ക് ഭക്ഷണം കിട്ടാണ്ട് കുറേ ദിവസമായി. അത് പോയി ഒരു വീട്ടിൽ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന ആൾക്കാരുടെ മുഖത്ത് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. വല്ലതും കിട്ടുമോയെന്ന് അറിയാൻ വേണ്ടി ഇരിക്കുകയാണ്. ആളെന്ത് ചോദിച്ചാൽ കയ്യിലിരിക്കുന്ന ഒരു കിണ്ടി എടുത്തിട്ട് അതിൻ്റെ ഒരു ഏറ് വെച്ച് കൊടുത്തു അതിന്. ഇതെറിഞ്ഞ ഉടനെ കാലും ഒടിഞ്ഞ് പട്ടി മോങ്ങിപ്പോയി. അപ്പം അന്ന് പട്ടിക്ക് സംസാരിക്കാനൊക്കെ അറിയാമെന്നാണ് ഒരു സങ്കല്പം. പട്ടി പോയത് നേരെ രാജകൊട്ടാരത്തിലേക്കാണ്. രാജകൊട്ടാരത്തിൽ പോയി പട്ടി കാര്യം അവതരിപ്പിച്ചു. പറഞ്ഞതെന്ന് വെച്ചാൽ, ഇന്ന ആളെന്നെ എറിഞ്ഞു, എൻ്റെ കാലൊടിഞ്ഞു, അപ്പോൾ ശിക്ഷിക്കണമല്ലോ. അപ്പോൾ കിങ്കരന്മാരെ പറഞ്ഞു വിട്ടു. അവരെന്ത്, ആൾക്കാരെ കയ്യോടെ തൂക്കി വന്നിട്ട് അവന് ശിക്ഷ വിധിക്കാൻ. അപ്പം ആരാണ് വാദി, അവർ തന്നെ ശിക്ഷ വിധിക്കാൻ രാജാവ് കൽപ്പിച്ചു. പക്ഷേ രാജാവ് പലതും പറഞ്ഞു നോക്കി. ചാട്ടവാറ അടിക്കാം, പിന്നെ തടവിലാക്കാം, അല്ലെങ്കിൽ നാട് കടത്താം. പക്ഷെ ഒന്നും ഈ നായ്, അതായത് കാലൊടിഞ്ഞ നായ് സമ്മതിച്ചില്ല. അവസാനമാണ് നായ് തന്നെ പറയുന്നത്, നമ്മുടെ ഇവിടെ അടുത്ത ക്ഷേത്രത്തിലെ ഖജനാവ് സൂക്ഷിപ്പുകാരനാക്കണമെന്ന്. അത് രാജാവിന് സംശയം, ഇതെന്താ ഇത്രയും നിൻ്റെ കൈയും കാലൊക്കെ ഒടിച്ച ഒരു വ്യക്തിനെ ഇത്രയും നല്ലൊരു പൊസിഷനിലെത്തിക്കാൻ എന്താ ഇത്ര താല്പര്യം? അപ്പോഴാണ് പറയുന്നത്, ക്ഷമിക്കണം മഹാരാജാവേ, കഴിഞ്ഞ ജന്മത്തിൽ ഞാനായിരുന്നു അവിടുത്തെ ഖജനാവ് സൂക്ഷിപ്പുകാരൻ. അപ്പം അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായല്ലോ. മറ്റുള്ളവരുടെ അന്നം കവർന്നെടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് കാണുന്നത് പോലെ പല സ്ഥലത്തും പല ദിക്കിലും പലരുടെ തുഴിയും ചവിട്ടും കൊണ്ട് ഈ തെരുവ് പട്ടിയായിട്ട് മാറും. അത് നമ്മുടെ ഈ കോളി എടുക്കത്തില്ല എന്ന് നല്ല ഉറപ്പോടെ ഞാൻ പറയുകയാണ്. കാരണം ഒരുപാട് ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്, എങ്കിലും ഒരു പട്ടി പോലും ഇവിടെ ഇല്ല. അതിൽ ഞാൻ അഭിനന്ദിക്കുന്ന ആരെന്ന് വെച്ചാൽ, നമ്മുടെ ഇവിടെ പ്രാദേശികമായിട്ടുള്ള എല്ലാ നേതാക്കന്മാരും, അതായത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരെയും, ജനപ്രതിനിധികളെ പ്രത്യേകം നന്ദി പറയുന്നുണ്ട്. അത്രയും മനോഹരമായ ഒരു പ്രദേശമാക്കി മാറ്റി. എല്ലാവർക്കും നമസ്കാരം. ഇനി നമുക്ക് ഒരു ഇതിലേക്ക് പരിപാടി, നമ്മുടെ അതിഗംഭീരമായ ഈ പരിപാടിയിലേക്ക് കടക്കാം. ഓക്കെ, നമസ്കാരം. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനായി ചലച്ചിത്ര TV താരം ശ്രീ വേഷ്കറിനെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ ഒരു ചടങ്ങിൻ്റെ സ്വാഗതം ആശംസിച്ച നമ്മുടെ പ്രശാന്തേട്ടൻ, അതോടൊപ്പം തന്നെ അധ്യക്ഷ പ്രസംഗം നടത്തിയ രവിയേട്ടൻ, അതോടൊപ്പം തന്നെ വേദിയിലിരിക്കുന്ന മറ്റ് പ്രമുഖ വ്യക്തികളെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. കൂടാതെ നിങ്ങൾക്കും ഒരു നല്ലൊരു ദിവസം നേരുകയാണ്. ഈ ഗാനാഞ്ജലി വാട്സപ്പ് കൂട്ടായ്മയുടെ 4ാം വാർഷിക ആഘോഷവും മത്സര വിജയികൾക്കുള്ള സമ്മാന ദാനവുമാണ് ഇന്നിവിടെ നടക്കാൻ വേണ്ടി പോകുന്നത്. ഗാനാഞ്ജലി വാട്സപ്പ് കൂട്ടായ്മ എന്ന് പറയുമ്പോൾ, കഴിഞ്ഞ വർഷം 3ാം വാർഷികാഘോഷത്തിൽ ഇവിടെ ഒരു ഫിഗർ ഷോയുമായി ഈ ഒരു ഗാനാഞ്ജലി കുടുംബത്തിനോടൊപ്പം എനിക്ക് ഇവിടെ പങ്കെടുക്കാൻ വേണ്ടി സാധിച്ചു. അതൊരു ഓഡിറ്റോറിയത്തിലായിരുന്നു, ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഓഡിറ്റോറിയത്തിലായിരുന്നു. അപ്പോൾ അന്ന് പ്രശാന്തേട്ടൻ എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നു, അടുത്ത വർഷം എന്തായാലും ഗ്രൗണ്ടിൽ വെച്ച് പരിപാടി നടത്തുന്നുണ്ട്, അപ്പോൾ എന്തായാലും ശ്രീ വേഷ്കറിനെ ഇങ്ങോട്ട് ഞങ്ങൾ ഈ 4ാം വാർഷികത്തിലേക്ക് ക്ഷണിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ ഒരു 1.5 മാസം മുമ്പ് തന്നെ പ്രശാന്തേട്ടൻ എന്നെ ഈ ഒരു വാട്സപ്പ് കൂട്ടായ്മയിലേക്ക്, ഈ 4ാം വാർഷികത്തിലേക്ക് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി വിളിച്ചു.
അതിനുശേഷം വളരെ ഒരു സന്തോഷ നിമിഷത്തിൽ തന്നെ അതിനുശേഷം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനം കൂടി ശ്രീവേഷ്കർ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഉദ്ഘാടന കർമ്മവും എന്നെ ഏൽപ്പിച്ച പ്രശാന്തേട്ടനും ഗാനാഞ്ജലി കുടുംബത്തിനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. നമ്മളെ നാട്ടിലെ കലാകാരന്മാരെയും കലാകാരികളെയും ഒക്കെ കോർത്തിണക്കിക്കൊണ്ട് വളരെ ഭംഗിയായി മുന്നോട്ട് പോകുന്ന ഈ ഒരു ഗാനാഞ്ജലി കുടുംബത്തിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞാൻ വലിയൊരു പ്രാസംഗികനൊന്നുമല്ല, ഇനി ഇവിടെ ഒരുപാട് കലാവിരുന്നുകളൊക്കെ നടക്കാനുണ്ട്. അപ്പോൾ എല്ലാം വളരെ ഭംഗിയായി മുന്നോട്ട് പോകട്ടെ. വരും നാളുകളിൽ ഇതിപ്പോൾ 4ാം വാർഷികമാണ്, ആഘോഷമാണ്. ഇതൊരു 50ാം വാർഷികം 100ാം വാർഷികമൊക്കെ ആഘോഷിക്കാൻ വേണ്ടി നമ്മുടെ ഈ ഗാനാഞ്ജലി കുടുംബത്തിന് വാട്സപ്പ് കൂട്ടായ്മയ്ക്ക് സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു ഗാനമേള ഇത് കഴിഞ്ഞ് കുട്ടികളുടെ കരോക്കെ ഗാനമേളയുണ്ട്. അതിനുശേഷം ലൈവ് സ്റ്റേജ് ഫിഗർ ഷോയുമായി ഞാൻ വരുന്നുണ്ട്. അതിനുശേഷം ഇവിടെ ഓർക്കസ്ട്ര ഗാനമേളയൊക്കെ ഉണ്ട്. കലാഭവൻ ജോയിഷ മേഡമൊക്കെ നയിക്കുന്ന ഗാനമേളയൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഈ കലാകാരന്മാരൊക്കെ പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ ഈ ഗാനാഞ്ജലി വാട്സപ്പ് കൂട്ടായ്മയ്ക്ക് ഈ ഒരു 4ാം വാർഷികവും അതോടൊപ്പം തന്നെ മത്സര വിജയികൾക്കുള്ള സമ്മാന ദാനവും ഔപചാരികമായി ഈ ഒരു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. ഇതിൻ്റെ എല്ലാ സംഘാടകർക്കും അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഗാനാഞ്ജലി കുടുംബങ്ങൾക്കും എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി നേരുകയാണ്. ഒരു നല്ലൊരു വിജയയാത്ര നമ്മുടെ ഗാനാഞ്ജലി ഗ്രൂപ്പ് എല്ലാ വർഷവും മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്. ഗാനാഞ്ജലി വാട്സപ്പ് കൂട്ടായ്മ നടത്തിയ മണിനാഥം സീസൺ 1 നമ്മളെ വിട്ട് പിരിഞ്ഞു പോയ മണിച്ചേട്ടൻ്റെ ഓർമ്മയ്ക്കായി നടത്തിയ മത്സരത്തിൻ്റെ സമ്മാനദാനമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. പങ്കെടുത്ത എല്ലാവർക്കും ആദ്യമേ നന്ദി അറിയിക്കുന്നു. ആദ്യമായി ഓവറോൾ പെർഫോമൻസ് നടത്തിയ പെർഫോമറായി തിരഞ്ഞെടുത്ത ഗാഥശ്രീയെ ആ പുരസ്കാരം കൈപ്പറ്റുന്നതിനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ആശംസ പ്രസംഗത്തിനായി ശരത് മയ്യനാടിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഹലോ, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മലബാർ ഗാനാഞ്ജലി എന്ന ഈ വാട്സപ്പ് കൂട്ടായ്മയിൽ 4ാമത്തെ വർഷം ഇവിടെ നിൽക്കുവാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ഇനിയും ഒരുപാട് പ്രോഗ്രാമുകൾ, ഒരുപാട് കലാകാരന്മാരെ കൊണ്ടുവരാൻ നമ്മുടെ ഈ മലബാർ ഗാനാഞ്ജലിക്ക് സാധിക്കട്ടെ. ഒരുപാട് കലാകാരന്മാർ ഇനിയും വേദിയിൽ വരാനുണ്ട്. അപ്പം അവർക്കെല്ലാം പ്രയോജനം കൊടുക്കുവാൻ നമ്മുടെ പ്രശാന്തേട്ടന് നല്ല ആയുസ്സും ആരോഗ്യം കൊടുക്കട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ എൻ്റെ സ്ഥലം കൊല്ലമാണ്. കൊല്ലത്തു നിന്നിപ്പോൾ ഏതാണ്ടൊരു 2 വർഷം ഞാനിപ്പോൾ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട്. അല്ലേ, 2 വർഷം അങ്ങോട്ടായി. അപ്പം ഈ 2 വർഷത്തെ ഈ ഒരു നമ്മുടെ ഈ വാട്സപ്പ് കൂട്ടായ്മയുടെ ഒരു ഒത്തൊരുമ നമുക്കത് ഭയങ്കരമാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ ഇനിയും പല കാര്യങ്ങൾ ഈ വാട്സപ്പ് കൂട്ടായ്മകൾ മറ്റുള്ള വാട്സപ്പ് കൂട്ടായ്മകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ശൈലിയാണ് നമ്മുടെ മലബാർ ഗാനാഞ്ജലി വാട്സപ്പ് കൂട്ടായ്മ. അതിലുള്ള ഒരുപാട് കലാകാരന്മാരെ പ്രശാന്തേട്ടൻ അവർ നേരിട്ട് വിളിച്ച് അവർക്ക് വേണ്ടുന്ന പാട്ടുകൾ നിങ്ങൾ ഏതാണ് എന്താണ് അവർ എല്ലാം കോർത്തിണക്കിയാണ് ഓരോരോ പ്രോഗ്രാമുകൾ നമ്മൾ ചെയ്യുന്നത് എന്നാണ് എനിക്കറിയാവുള്ളൂ. പിന്നെ അതുപോലെ തന്നെ മത്സരങ്ങൾ, കുട്ടികൾക്കുള്ള മത്സരങ്ങൾ, പിന്നെ വലിയവർക്കുള്ള മത്സരങ്ങൾ. അങ്ങനെ വലിയവർക്കുള്ള മത്സരങ്ങളിൽ ഏതാണ്ടൊരു 2 പ്രാവശ്യം ഫസ്റ്റ് പ്രൈസ് വാങ്ങിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് കേട്ടിട്ട് ആരും ഒരു കൈയടി തന്നില്ല. മലബാർ ഗാനാഞ്ജലിയിൽ ഒരു പ്രോഗ്രാമിൽ ഏറ്റവും നല്ല ഗായകനുള്ള ഒരു പ്രൈസ് എനിക്ക് തന്നു. അതുപോലെ തന്നെ കുട്ടികളുടെ ജൂനിയർ എൻ്റെ മകൾക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടി. അങ്ങനെ ഓരോരോ കലാകാരന്മാരെ വളർത്തിയെടുക്കുകയാണ്. അപ്പോൾ ഇന്നും നമ്മുടെ നാടൻ പാട്ടിൻ്റെ ഒരു വിജയി ഉണ്ടെന്നറിഞ്ഞു, ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ഉണ്ടെന്നറിഞ്ഞു. അപ്പോൾ അതാ ഇങ്ങനെ വ്യത്യസ്തമായ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ വാട്സപ്പ് കൂട്ടായ്മ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നമ്മുടെ
ഈ വാട്സപ്പ് കൂട്ടായ്മയിൽ പങ്കാളികളാവണം. ഓരോരോ പ്രോഗ്രാമുകളിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ എല്ലാവരെയും കാണാനും പരിചയപ്പെടാനും ഉള്ളതുകൊണ്ടാണ് കൊല്ലത്തുനിന്ന് ഇത്രയും ദൂരം ഈ വണ്ടി യാത്ര ചെയ്ത് ഞങ്ങളിവിടെ വരികയും നമുക്ക് വേണ്ടുന്ന എല്ലാ അറേഞ്ച്മെൻറ്റ്സുകളും തന്ന് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരെയും കണ്ടതിൽ വളരെ സന്തോഷം. എല്ലാവിധ ആശംസകളും നമ്മുടെ മലബാർ ഗാനാഞ്ജലിയിലെ എല്ലാവിധ ആശംസകളും, പ്രത്യേകിച്ച് ഇനി വരും കാലങ്ങളിൽ ഒരുപാട് അംഗങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസയോടുകൂടി എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്തതായി സമ്മാനം ദാനം ആണ്. സമ്മാനം നിർവഹിക്കുന്ന കലാഭവൻ ജോഷിയ നിങ്ങളോട് 2 വാക്ക് സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം ഈ ഒരു വേദിയിൽ വരാൻ പറ്റിയതിൽ. മലബാർ ഗാനാഞ്ജലിയുടെ വാട്സപ്പ് കൂട്ടായ്മയുടെ 4ാം വാർഷികത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം. ഗാനാഞ്ജലി വാട്സപ്പ് കൂട്ടായ്മ നടത്തിയ മണിനാഥം സീസൺ 1 നമ്മളെ വിട്ട് പിരിഞ്ഞു പോയ മണിച്ചേട്ടൻ്റെ ഓർമ്മയ്ക്കായി നടത്തിയ മത്സരത്തിൻ്റെ സമ്മാനദാനമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. പങ്കെടുത്ത എല്ലാവർക്കും ആദ്യമേ നന്ദി അറിയിക്കുന്നു. ആദ്യമായി ഓവറോൾ പെർഫോമൻസ് നടത്തിയ പെർഫോമറായി തിരഞ്ഞെടുത്ത ഗാഥശ്രീയെ ആ പുരസ്കാരം കൈപ്പറ്റുന്നതിനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തായി ഈ മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ മണികണ്ഠൻ, അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സമ്മാനം നൽകുന്നതിനായി ജോഷിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. രണ്ടാം സ്ഥാനം 2 പേരാണ് പങ്കിട്ടിട്ടുള്ളത്. അതിൽ മണി CK വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പങ്കെടുത്തിരിക്കുന്ന നിമ്മി, അവർക്ക് ചില സാങ്കേതിക കാരണങ്ങളിൽ എത്താൻ കഴിഞ്ഞിട്ടില്ല. അവരുടെ സമ്മാനം സൗമ്യ വേദിയിൽ നിന്ന് കൈപ്പറ്റും. ആരാധ്യയുടെ അമ്മയാണ് സൗമ്യ. സ്റ്റേജിലേക്ക് വരാൻ അഭ്യർത്ഥിക്കുന്നു. മൂന്നാം സമ്മാനം 2 പേർ കൈപ്പറ്റിയിട്ടുണ്ട്, 2 പേർ പങ്കിട്ടിട്ടുണ്ട്. അതിൽ സൗമ്യ മധു, അവരുടെ സമ്മാനം സീമ ഏറ്റുവാങ്ങും. 3ാം സ്ഥാനത്തിനടുത്താണ് ജയന്തി മഹേഷാണ്, അവരുടെ സമ്മാനം ഹരിത ഏറ്റുവാങ്ങും. അടുത്തായി സ്പെഷ്യൽ സമ്മാനം ആരാധ്യയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. അടുത്തതായി സ്പെഷ്യൽ സമ്മാനം ജിഷ്ണുവിൻ്റെ ആരെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ വേദിയിലേക്ക് കടന്നു വരിക. വളരെ നല്ല രീതിയിൽ സമ്മാനദാനം നിർവഹിച്ച കലാഭവൻ ജോഷിക്ക് പ്രത്യേകം നന്ദി പറയുന്നു. അടുത്തതായി ഈ പ്രോഗ്രാമിൽ നന്ദി പ്രകാശനത്തിനായി ഗാനാഞ്ജലിയുടെ ഓഫീസ് സെക്രട്ടറി ഹരിത നമ്പ്യാരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മലബാർ ഗാനാഞ്ജലി 4ാമത് വാർഷികാഘോഷവും മത്സര വിജയികൾക്കുള്ള സമ്മാനദാനവുമാണ് ഈ വേദിയിൽ വെച്ച് നടക്കുന്നത്. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെ പേരിലും മലബാർ ഗാനാഞ്ജലി ടീമിൻ്റെ പേരിലും നന്ദി അറിയിക്കുന്നു. ഗാനാഞ്ജലി വാട്സപ്പ് കൂട്ടായ്മ 4ാമത് വാർഷികവും മത്സര വിജയികൾക്കുള്ള സമ്മാനദാനത്തിനോടനുബന്ധിച്ച് ഗാനാഞ്ജലി വാട്സപ്പ് കൂട്ടായ്മയിലെ കലാകാരന്മാരും മലബാർ ഗാനാഞ്ജലി കാഞ്ഞങ്ങാട് ഡിവിഷനിലെ കലാകാരന്മാരും ചേർന്ന് അവതരിപ്പിക്കുന്ന കരോക്കെ ഗാനമേള ഈ വേദിയിൽ ആരംഭിക്കുന്നു. ഈ പരിപാടിയിൽ ആദ്യ ഗാനം ആലപിക്കുന്നതിനായി മണികണ്ഠൻ, അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിറഞ്ഞ കൈകടികളോട് സ്വാഗതം ചെയ്യാം മണികണ്ഠൻ. കൈകടി കൊടുക്കൂ പ്ലീസ്.
വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ടു നീസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന് 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 കുറി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ടു നീസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന് 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 പമ്പാസരസ്തടം ലോകമനോഹരം പങ്കിലമാക്കരുതേ രക്തപങ്കിലമാക്കരുതേ പമ്പാസരസ്തടം ലോകമനോഹരം പങ്കിലമാക്കരുതേ രക്തപങ്കിലമാക്കരുതേ വിന്ധ്യഹിമാചല സഹ്യസാനുക്കളിൽ വിത്തു വിതയ്ക്കരുതേ വർഗീയ വിത്തു വിതയ്ക്കരുതേ കുറി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ടു നീസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന് 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 ഗീതയും ബൈബിളും വിശുദ്ധ ഖുർആനും ഭാരത ഹൃദയമല്ലോ അദ്വൈത ഭാരത ഹൃദയമല്ലോ ഗീതയും ബൈബിളും വിശുദ്ധ ഖുർആനും ഭാരത ഹൃദയമല്ലോ അദ്വൈത ഭാരത ഹൃദയമല്ലോ സിന്ധുവും ഗംഗയും വൈകയും നിളയും ഇന്ത്യതനക്ഷയനിധികൾ എന്നെന്നും ഇന്ത്യതനൈശ്വര്യഗനികൾ കുറി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ടു നീസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന് ദൈവമൊന്ന് ദൈവമൊന്ന്. താങ്ക് യു. പൊന്നാടാ
അടുത്തതായി കണ്ടിട്ടും കണ്ടിട്ടും എന്ന് തുടങ്ങുന്ന ഗാനം വേദിയിൽ രാകേഷ് ആലപിക്കുന്നു. കണ്ടിട്ടും കണ്ടിട്ടും പോരാതെ തമ്മിൽ കണ്ണോടു കണ്ണോരം ചേരുന്നു പെയ്തിട്ടും പെയ്തിട്ടും തോരാതെ വീണ്ടും വാർമേഘത്തെല്ലായി മാറുന്നു ഞാറ്റുവേലക്കാലങ്ങളേറെ പോയി മറഞ്ഞു ദൂരെ ഇന്നലകൾ തൂമഞ്ഞു പോലെ മെല്ലെ മാഞ്ഞതെന്തേ എന്തെല്ലാം എന്തെല്ലാം ചൊല്ലാതെ ചൊല്ലി കണ്ണീരും പൂന്തേനും കൈമാറി നാം എന്നിട്ടും പിന്നെന്തോ തേടുന്നില്ലേ കണ്ടിട്ടും കണ്ടിട്ടും പോരാതെ തമ്മിൽ കണ്ണോടു കണ്ണോരം ചേരുന്നു പെയ്തിട്ടും പെയ്തിട്ടും തോരാതെ വീണ്ടും വാർമേഘത്തെല്ലായി മാറുന്നു സായം സന്ധ്യ ചായം തൂകും നീയാം വാനിൽ മെല്ലെ ചായ ഓരോ യാമം താനെ പായും വേനൽ വെയിലായി ഞാനെത്തുന്നു കാലങ്ങൾ നരവിരലെഴുതി മോഹത്തിൻ നറുമുടിയിഴയിൽ എന്നിട്ടും നാം എന്തോ തേടുന്നില്ലേ കണ്ടിട്ടും കണ്ടിട്ടും പോരാതെ തമ്മിൽ കണ്ണോടു കണ്ണോരം ചേരുന്നു പെയ്തിട്ടും പെയ്തിട്ടും തോരാതെ വീണ്ടും വാർമേഘത്തെല്ലായി മാറുന്നു മുറ്റത്തെത്തും തെക്കൻ കാറ്റിൻ മാമ്പൂ പൂക്കും ഈറൻ ഗന്ധം ഓർമ്മക്കൊമ്പിൽ ഊഞ്ഞാലാടാം ഞാനാ കാതിൽ പാട്ടായി മാറാം ആത്മാവിൻ ഇരുകര തഴുകി സ്നേഹത്തിൻ നിറനദിയൊഴുകി എന്നിട്ടും നാം എന്തോ തേടുന്നില്ലേ കണ്ടിട്ടും കണ്ടിട്ടും പോരാതെ തമ്മിൽ കണ്ണോടു കണ്ണോരം ചേരുന്നു പെയ്തിട്ടും പെയ്തിട്ടും തോരാതെ വീണ്ടും വാർമേഘത്തെല്ലായി മാറുന്നു ഞാറ്റുവേലക്കാലങ്ങളേറെ പോയി മറഞ്ഞു ദൂരെ ഇന്നലകൾ തൂമഞ്ഞു പോലെ മെല്ലെ മാഞ്ഞതെന്തേ എന്തെല്ലാം എന്തെല്ലാം ചൊല്ലാതെ ചൊല്ലി കണ്ണീരും പൂന്തേനും കൈമാറി നാം എന്നിട്ടും പിന്നെന്തോ തേടുന്നില്ലേ. അടുത്തതായി ഒരു ഹിന്ദി ഗാനം. ഈ ഗാനം വേദിയിൽ ഇബ്രാഹിം ആലപിക്കുന്നു. देख मेरा दिल धड़का मेरी जान तड़पती है जिसे देख मेरा दिल धड़का मेरी जान तड़पती है कोई जन्नत की वो हूर नहीं मेरे कॉलेज की एक लड़की है कोई जन्नत
जन्नत की वो हूर नहीं मेरे कॉलेज की एक लड़की है, जिसे देख मेरा दिल धड़का, मेरी जान तड़पती है। कोई जन्नत की वो हूर नहीं मेरे कॉलेज की एक लड़की है। ये मोरनी के जैसी चले और इसकी हदाएं का दिल बड़ी, ये मोरनी के जैसी चले इसकी हदाएं का दिल बड़ी, निकला जिधर से खुशबू उड़े इतनी हंसी है ये गुलजड़ी, निकला जिधर से खुशबू उड़े इतनी हंसी है ये गुलजड़ी। इस चूक मेरी सांसों में कोई आग तड़पती है, कोई जन्नत की वो हूर नहीं मेरे कॉलेज की एक लड़की है। कोई जन्नत की वो हूर नहीं मेरे कॉलेज की एक लड़की है। मुझको ये मेरे लैला लगे और इस पे लुटा दूं मैं जिंदगी, मुझको ये मेरे लैला लगे इस पे लुटा दूं मैं जिंदगी। जी चाहे जिसके लब चूम लूं हंस के चुरा लूं इसकी हंसी, जी चाहे जिसके लब चूम लूं हंस के चुरा लूं इसकी हंसी। इस चूक मेरी सांसों में कोई आग तड़पती है, कोई जन्नत की वो हूर नहीं मेरे कॉलेज की एक लड़की है। कोई जन्नत की वो हूर नहीं मेरे कॉलेज की एक लड़की है, जिसे देख मेरा दिल धड़का, मेरी जान तड़पती है। कोई जन्नत की वो हूर नहीं मेरे कॉलेज की एक लड़की है। कोई जन्नत की वो हूर नहीं मेरे कॉलेज की एक लड़की है। थैंक यू, थैंक यू। മലർക്കൊടിയേ ഞാനെന്നും പുഴയരികിൽ പോയെന്നും വളർന്നു വരും മൊഞ്ചുള്ളൊരു പെണ്ണിനെ കണ്ടേ, അവളുടെ സുന്ദരമാം കൺകോണിൽ സുവർഗവും കണ്ടു. മലർക്കൊടിയേ ഞാനെന്നും പുഴയരികിൽ പോയെന്നും വളർന്നു വരും മൊഞ്ചുള്ളൊരു പെണ്ണിനെ കണ്ടേ, അവളുടെ സുന്ദരമാം കൺകോണിൽ സുവർഗവും കണ്ടു.
നീലനദീ തീരത്ത് സൗന്ദര്യം കാണാനായി വന്നവളാണോ സ്വപ്ന കന്യകയാണോ അവളുടെ പുഞ്ചിരിയാലേ എന്നുടെ തടി തളരുന്നേ മലർക്കൊടിയേ ഞാനെന്നും പുഴയരികിൽ പോയെന്നും വളർന്നു വരും മൊഞ്ചുള്ളൊരു പെണ്ണിനെ കണ്ട് അവളുടെ സുന്ദരമാം കൺകോണിൽ സുവർക്കവും കണ്ടു പൊന്നഴകേ വാ നിന്നുടെ കവിളിണയിൽ ചുംബനം നൽകിടുവാൻ തെന്നലിനെ അനുവദിച്ചിടല്ലേ എനിക്കത് സഹിച്ചിടുവാനേ ഒട്ടും കഴിയുകയില്ലേ മലർക്കൊടിയേ ഞാനെന്നും പുഴയരികിൽ പോയെന്നും വളർന്നു വരും മൊഞ്ചുള്ളൊരു പെണ്ണിനെ കണ്ട് അവളുടെ സുന്ദരമാം കൺകോണിൽ സുവർക്കവും കണ്ടു മഴവില്ലേ മാനത്ത് കുളിരണിയും നേരത്ത് പറന്നു വരും മാരുതനായി പുഞ്ചിരി തൂകി അഞ്ചിത കളകളം പാടി നെഞ്ചക മഞ്ചമിതിൽ നീ മലർക്കൊടിയേ ഞാനെന്നും പുഴയരികിൽ പോയെന്നും വളർന്നു വരും മൊഞ്ചുള്ളൊരു പെണ്ണിനെ കണ്ട് അവളുടെ സുന്ദരമാം കൺകോണിൽ സുവർക്കവും കണ്ടു മലക്കൊടിയേ ഞാനെന്നും പുഴയരികിൽ പോയെന്നും വളർന്നു വരും മൊഞ്ചുള്ളൊരു പെണ്ണിനെ കണ്ട് അവളുടെ സുന്ദരമാം കൺകോണിൽ സുവർക്കവും കണ്ടു നെഞ്ചിനുള്ളിൽ നീയാണ് തുടങ്ങുന്ന ഗാനവുമായി മണി സി കെ അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നെഞ്ചിനുള്ളിൽ നീയാണ് കണ്ണിൻ മുന്നിൽ നീയാണ് കണ്ണടച്ചാൽ നീയാണ് ഫാത്തിമ ഫാത്തിമ നെഞ്ചിനുള്ളിൽ നീയാണ് കണ്ണിൻ മുന്നിൽ നീയാണ് കണ്ണടച്ചാൽ നീയാണ് ഫാത്തിമ ഫാത്തിമ നെഞ്ചിനുള്ളിൽ നീയാണ് കണ്ണിൻ മുന്നിൽ നീയാണ് കണ്ണടച്ചാൽ നീയാണ് ഫാത്തിമ ഫാത്തിമ
സ്നേഹിച്ചു സ്നേഹിച്ചു കൊതി തീരും മുമ്പേ നീ എന്നെ തനിച്ചാക്കിയകന്നിടുമോ? സ്നേഹിച്ചു സ്നേഹിച്ചു കൊതി തീരും മുമ്പേ നീ എന്നെ തനിച്ചാക്കിയകന്നിടുമോ? ഒന്നും രണ്ടാണ്, നമ്മളെന്നും ഒന്നാണ്. എൻ്റെ ഉള്ളിൽ നീയാണ് ഫാത്തിമ, ഫാത്തിമ. നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണിൻ മുന്നിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ് ഫാത്തിമ, ഫാത്തിമ. ഏഴാം കടലിനടിയിലൊളിച്ചാലും നിന്നെ ഞാൻ തേടിയെത്തും ഭൂമിയിലേ. ഏഴാം കടലിനടിയിലൊളിച്ചാലും നിന്നെ ഞാൻ തേടിയെത്തും ഭൂമിയിലേ. ഒന്നും മിണ്ടാതെ എൻ്റെ നൊമ്പരം കാണാതെ എൻ്റെ കൽവിനൊളിവേ ഫാത്തിമ, ഫാത്തിമ. നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണിൻ മുന്നിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ് ഫാത്തിമ, ഫാത്തിമ. ഒരു നാളിൽ ഞാനവിടെ വരുന്നുണ്ട് പൂമോളെ, മഹർമല അണിയിക്കാൻ ചാരേ. ഒരു നാളിൽ ഞാനവിടെ വരുന്നുണ്ട് പൂമോളെ, മഹർമല അണിയിക്കാൻ ചാരേ. താളമേളം ഇല്ലാതെ നാരികളൊപ്പന പാടാതെ നിന്നെ ഞാനൻ സ്വന്തമാക്കിടാം ഫാത്തിമ, നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണിൻ മുന്നിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ് ഫാത്തിമ, ഫാത്തിമ. നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണിൻ മുന്നിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ് ഫാത്തിമ, ഫാത്തിമ. അടുത്തതായി ഒരു ഹിന്ദി ഗാനം ഹർഷ ഈ വേദിയിൽ ആലപിക്കുന്നു. हवे तो लौंग वे मेलाची तेरे पीछे आगवाची, हवे तो लौंग वे मेलाची तेरे पीछे आगवाची. तेरे इश्क़ न मारे घोड़ी कच दे गवारी, तेरे इश्क़ न मारे घोड़ी कच दे गवारी. वे में चंबे दे पहाड़
नैना विच तेरा नाम वे मुंडिया संदली संदली नैना विच तेरा नाम वे मुंडिया रुखे वाला देवे चल तेरे बिना वैसी गले भाले बावा विच बावा टूटा बढ़ जाने जावा हो रुके वाला देवे चले तेरे बिना वैसी गले भाले बावा विच बावा टूटा बढ़ जाने जावा तेनु लिखी हवावा ते में खाव में मुंडिया संदली संदली नैना विच तेरा नाम वे मुंडिया संदली संदली नैना विच तेरा नाम वे मुंडिया അടുത്തതായി ഒരു തമിഴ് ഗാനം സുബ്രഹ്മണി ഈ ഗാനം ആലപിക്കുന്നതിനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. என்ன சத்தம் இந்த நேரம் நதியின் ஒலியா என்ன சத்தம் இந்த நேரம் நதியின் ஒலியா கிளிகள் முத்தம் தருதா அதனால் சத்தம் வருதா அடடா என்ன சத்தம் இந்த நேரம் குயிலின் ஒலியா என்ன சத்தம் இந்த நேரம் நதியின் ஒலியா கன்னத்தில் முத்தத்தின் ஈரம் அது காயவில்லையே கண்களில் ஏனந்த கண்ணீர் அது யாராலே கண்ணியின் கழுத்தை பார்த்தால் மனமாகவில்லையே காதலன் மடியில் பூத்தாள் ஒரு பூ போலே மன்னவனே உன் விழியால் பெண் விழியை மூடு ஆதரவாய் சாய்ந்து விட்டால் ஆரிரரோ பாடு ஆரிரரோ இவர் யார் எவரோ பதில் சொல்வார் யாரோ என்ன சத்தம் இந்த நேரம் குயிலின் ஒலியா என்ன சத்தம் இந்த நேரம் நதியின் ஒலியா சத்தம் இந்த நேரம் என்ன சத்தம் இந்த நேரம் நதியின் ஒலியா கூந்தலில் நுழைந்த கைகள் ஒரு கோலம் போடுதே தன்னிலை மறந்த பெண்மை அதை தாங்காதோ உடைத்த துடிக்கும் வார்த்தை அது உளுந்து போனதோ உள்ளங்கள் துடிக்கும் ஓசை ஓடாதோ மங்கை இவள் வாய் திறந்தால் மல்லிகை பூவாசம் ஓடையெல்லாம் பெண் பெயரை உச்சரித்தே பேசும் யார் இவர்கள் இரு பூங்குயில்கள் இளம் காதல் மான்கள் என்ன சத்தம் இந்த நேரம் குயிலின் ஒலியா என்ன சத்தம் இந்த நேரம் நதியின் ஒலியா சத்தம் இந்த நேரம் குயிலின் ஒலியா என்ன சத்தம் இந்த நேரம் நதியின்
അടുത്തതായി ഒരു യുഗ്മഗാനം. ഈ ഗാനം വേദിയിൽ മണികണ്ഠനും സീമാ ഗംഗനും ചേർന്ന് ആലപിക്കുന്നു. ഒരിക്കൽ നീ ചേരിച്ചാൽ എന്നോർമകളിൽ ഒളുമ്പും പൗർണമികൾ എന്നോമലാളെ. ഒരിക്കൽ നീ വിളിച്ചാൽ എന്നോർമകളിൽ ഉതിരും ചുംബനങ്ങൾ എൻ പൊൻകിനാവേ. എനിക്കും നിനക്കും ഒരു ലോകം. ഒരിക്കൽ നീ ചിരിച്ചാൽ എന്നോർമകളിൽ തുളുമ്പും പൗർണമികൾ. സ്വർഗത്തിൽ ഞാൻ പോയാലും എൻ്റെ നാടിൻ പൂക്കാലം സ്വപ്നങ്ങൾക്ക് കൂട്ടാകും നീയുമെന്നും അതിൽ പൂക്കും. സ്വർഗത്തിൽ ഞാൻ പോയാലും എൻ്റെ നാടിൻ പൂക്കാലം സ്വപ്നങ്ങൾക്ക് കൂട്ടാകും നിൻമുഖവും അതിൽ പൂക്കും. എനിക്കും നിനക്കും ഒരു ലോകം. ഒരിക്കൽ നീ ചിരിച്ചാൽ എന്നോർമകളിൽ തുളുമ്പും പൗർണമികൾ എന്നോമലാളെ. ഒരിക്കൽ നീ വിളിച്ചാൽ എന്നോർമകളിൽ ഉതിരും ചുംബനങ്ങൾ എൻ പൊൻകിനാവേ. എനിക്കും നിനക്കും ഒരു ലോകം. ഒരിക്കൽ നീ ചിരിച്ചാൽ എന്നോർമകളിൽ തുളുമ്പും പൗർണമികൾ. പളുങ്കു തുള്ളുന്ന നിന്റെ കണ്ണിൽ വിടർന്ന ഗാനം തുള്ളിക്കളിക്കുമെന്നെന്നും എൻ്റെ ഉള്ളിൽ തരംഗമായി. വെള്ളിത്തളുങ്കു തുള്ളുന്ന നിന്റെ കണ്ണിൽ വിടർന്ന ഗാനം തുള്ളിക്കളിക്കുമെന്നെന്നും എൻ്റെ ഉള്ളിൽ തരംഗമായി. എനിക്കും നിനക്കും ഒരു ലോകം. ഒരിക്കൽ നീ വിളിച്ചാൽ എന്നോർമകളിൽ ഉതിരും ചുംബനങ്ങൾ എൻ പൊൻകിനാവേ. ഒരിക്കൽ നീ ചേരിച്ചാൽ എന്നോർമകളിൽ തുളുമ്പും പൗർണമികൾ എന്നോമലാലെ. എനിക്കും നിനക്കും ഒരു ലോകം.
അടുത്തായി വേദിയിലെത്തുന്നത് മലബാർ ഗാനാഞ്ജലി കാഞ്ഞങ്ങാട് ഡിവിഷൻ്റെ കൊച്ചു കലാകാരിയാണ് ആരാധ്യ. ആരാധ്യ നിറഞ്ഞ കൈകടികളോടെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യാം. ആരാധ്യ. കുഞ്ഞുറങ്ങും കൂട്ടിനുള്ളിൽ കൂട്ടിനു മിന്നാമിന്നി
മണിക്കിനാവിൻ കൊതുമ്പ് വെള്ളം തുഴഞ്ഞു വന്നു നീ എനിക്കു വേണ്ടി. ചിരിയുടെ കുളിരലകൾ അതിലിളകിയ തരിവളകൾ പ്രണയിനി ഹരിമുരളിയിൽ ഇന്നനുരാഗരാഗമാലമായി നീ. വെള്ളം തുഴഞ്ഞു വന്നു നീ എനിക്കു വേണ്ടി. എത്ര നാൾ കാത്തിരുന്നു കാണുവാൻ. അത്രമേൽ ഇഷ്ടമാണീ മുഖം. എന്റെ പ്രേമ പഞ്ചമിയിൽ വേറെ എന്തിനൊരു തിങ്കൾ. മണിക്കിനാവിൻ കൊതുമ്പ് വെള്ളം തുഴഞ്ഞു വന്നു നീ എനിക്കു വേണ്ടി. ആരു നീ എൻ ഹൃദയ ദേവതേ, എൻ മനോവാടിയിൽ പൂവണിഞ്ഞ ചാരുതേ. കാട്ടുമൈന കഥ പറയും കാനനങ്ങൾ പൂക്കുകയാ. നിന്നിലെളിയുമ്പോൾ ആത്മരാഗങ്ങൾ സുരഭിലമൊഴുകി വരും. ചിരിയുടെ കുളിരലകൾ അതിലിളകിയ കരിവളകൾ പ്രണയിനി ഹരിമുരളിയിൽ ഇന്നനുരാഗരാഗമാല്യമായി നീ. അപ്പോൾ ഒരു ചെയിൻ സോങ് കൊണ്ട് നമ്മുടെ ഈ കരോക്കെ ഗാനമേള അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു ചെയിൻ സോങ് നമ്മുടെ ഈ പാട്ടുകാരെല്ലാവരും ചേർന്നൊരു ചെയിൻ സോങ് നിങ്ങൾക്ക് വേണ്ടി പാടും. അന്തിക്കടപ്പുറത്തോരോല കൂടെ എടുത്ത് നാലും കൂട്ടി മുറുക്കി നടക്കണതാരാണ്?
ഞാനല്ല പരുന്നല്ല തിരകളല്ല ചമ്മാനം വാഴണ കൊറയറയൻ അങ്ങേ കടയിൽ പള്ളിയുറങ്ങാൻ മൂപ്പര് പോണതാണേ അന്തിക്കടപ്പുറത്തൊരോല കൂടെ എടുത്ത് നാലും കൂട്ടി മുറുക്കി നടക്കുന്നതാരാണ് ആരാണ് దేవుడా దేవుడా ఏడుమల దేవుడా చూడుడా చూడుడా ఎంగబత్తం చూడుడా దేవుడా దేవుడా ఏడుమల దేవుడా చూడుడా చూడుడా ఎంగబత్తం చూడుడా அல்லாதே வெள்ளங்கள் எல்லாமே வைரங்கள் எங்கள் பக்கம் வைரங்கள் அல்லாதே வைரங்கள் எங்கள் பட்டா எல்லாமே இருந்தாலே சொர்க்கம் இந்த மண் மேலே ചെമ്പട കൊട്ടിക്കോളം കൊള്ളും താളം മഴയുടെ മൺമുടി വീട്ടി കൊട്ടിക്കൊയും താളം വെള്ളിക്കുന്നിൻ മേലെ കാവടിയേതും വേണം ഇന്നത്തെയുള്ള വഴിക്കറിയെത്തും തക്കിടതകിട വേണം സൂര്യനിക്കും കൊള്ളിക്കതിരിൻ വെള്ളിത്തേരെ കാടും മറയും പുഴയും കടന്ന് ചേരുന്ന വള്ളിത്തേരാണ് മുരുകാ ഹരോഹരാ ഹരോഹരാ മുരുകാ ഹരോഹരാ ചെമ്പട കൊട്ടിക്കോലും തുള്ളും താളം വീരൻ പടയുടെ മൺമുടി ഏറ്റി കൊട്ടിക്കൊയും താളം കാവടിയെന്നും മേളം ഇന്നക്കരയുള്ളവൻ ഇക്കരയെത്തും വേളം മാനമേലെ സൂര്യനദിക്കും കാടും മലയും പുഴയും കടന്ന് ചേരി വരുന്നൊരു വെള്ളിത്തേരാണ് മുരുകാ ഹരോഹരാ വേലായുധാ ഹരോഹരാ മുരുകാ ഹരോഹരാ വേലായുധാ ഓടണ്ട ഓടണ്ട ഓടിത്തടരണ്ട ഓമന പൂമുഖം പാടിടേണ്ട ഓമന പൂമുഖം പാടാതെ സൂക്ഷിച്ചാൽ ഓമന ചുണ്ടത്തോടും നൽക താരിട്ട റോഡാണ് റോഡിൻ്റെ അരികാണ് വീടിനടയാളം ശിവ കൊന്ന പച്ചരി ചോറുണ്ട് പച്ചവിൻ ചാറുണ്ട് ഉച്ചക്കായും കൊള്ളൂട്ടോ വന്നോളൂ പൊന്നു കേട്ടാ ഒരു കുപ്പി മണ്ണെണ്ണ കത്തി തീരും വരെ പഞ്ചാര പത്തി കൊടുക്കമില്ല റോഡാണ് റോഡിന്റെ അരികാണ് വീടിനടയാളം ശിവ കൊന്ന ആയിരം കൊമ്പുള്ള ചോട്ടില് ഒറ്റയ്ക്കിരുന്നോ ഞാനൊന്നു പാടും അമ്മായിന്റെ മോളെ ഞാൻ നിക്കാഹ് ചെയ്തിട്ടാകെ കുഴപ്പത്തില അവൾ കാലത്ത് കുല മുറ്റമണിക്കുല വല്ലും കൂടത്തെ കുലമേ അമ്മായിന്റെ മോളെ ഞാൻ നിക്കാഹ് ചെയ്തിട്ടാകെ കുഴപ്പത്തില അവൾ കാലത്തെ കുല മുറ്റമണിക്കുല വല്ലും കൂടത്തെ കുലമേ
നടന്നുറങ്ങും ചെയ്താൽ മുറ്റമടിക്കാന ചൂലെടുത്താൽ അവൾ നടന്നുറങ്ങും ചെയ്താൽ തല്ലാനോ പാടില്ല കൊല്ലാനോ പാടില്ല മാമന്റെ മോളായി പോ തല്ലാനോ പാടില്ല കൊല്ലാനോ പാടില്ല മാമന്റെ മോളായി പോ മായേ മോളെ ഞാൻ നിക്കാഹ് ചെയ്തിട്ടാകെ കുഴപ്പത്തില അവൾ കാലത്തേടിക്കൂല മുറ്റമടിക്കൂല പല്ലും കൂടി തേക്കൂലങ്ങേ. താങ്ക് യു.